recruitment MP Talks like Sodam and Mr Panchapadam. In the Hindu analysis 18 January 2022 news and discuss ചെയ്യുന്നത് നമ്മൾ ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു ഹിന്ദു അനാലിസിസ് ചെയ്യുന്നതിൽ നിരന്തരമായിട്ട് വിദ്യാർത്ഥികളുടെ ആവശ്യാർത്ഥമാണ് വീണ്ടും ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ മറ്റുള്ള മുമ്പുള്ളതിന് വ്യത്യസ്തമായിട്ട് ഇനി അന്ന് നമ്മൾ PDF ഉപയോഗിച്ചായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇനി വെറും ഹിന്ദു പേപ്പർ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കഷൻ ഉണ്ടാവുക മറ്റത് സമയപരിമിതി മൂലമാണ് ഇങ്ങനെ ഒരു ചേഞ്ചസ് വരുത്തുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട നിങ്ങൾ വായിക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കേണ്ട ന്യൂസും അതിൽ തന്നെ അതിന്റെ കൂടെ അതിന്റെ തന്നെ മാപ്പും നമ്മൾ ഡിസ്കസ് ചെയ്താണ് പോകുന്നത് ഓക്കെ അപ്പൊ അതിൽ ഫസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്നത് ജസ്റ്റ് പഞ്ചാബിന്റെ പോളിംഗ് ഇലക്ഷൻ മാറ്റിവെച്ചു പോളിംഗ് മാറ്റിവെച്ച ഒരു ഇതുണ്ടായിരുന്നു അവിടെ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അതിൽ നോക്കേണ്ടതൊന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യന്റെ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ആളുകളായിരിക്കും അത് നിങ്ങൾ പൊളിറ്റി വായിക്കുന്ന സമയത്ത് കാരണം ഇപ്പൊ ധാരാളം എന്ത് ചെയ്തിട്ട് സ്റ്റേറ്റ്സിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ റോളും ബന്ധപ്പെട്ട കാര്യങ്ങളും നിരന്തരമായിട്ട് ന്യൂസിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് പൊളിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന്റെ ക്വാളിഫിക്കേഷൻസ് അതുപോലെ തന്നെ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന കാര്യങ്ങൾ ആർട്ടിക്കിൾസ് അതിന്റെ അവരുടെ പവേഴ്സ് അവരുടെ ഇനീഷ്യേറ്റീവ്സ് അവരുടെ ഇഷ്യൂസ് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാണ് പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂല് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ കുറിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ ഈ ഇലക്ഷൻ പോസ്റ്റ്പോൺ ചെയ്തത് നമ്മുടെ ഗുരു രവിദാസിന്റെ ബർത്ത് ആനിവേഴ്സറി ബന്ധപ്പെട്ടാണ് അപ്പൊ ഈ ഗുരു രവിദാസിനെ കുറിച്ച് ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങളുടെ കൾച്ചറിൽ ഒന്ന് നന്നായിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് ആ ഒരു ന്യൂസിൽ ചെയ്യേണ്ടത് അതിൽ മറ്റത് പൊളിറ്റിക്കൽ ന്യൂസ് ആണ് അത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് മാത്രം വിട്ടാൽ മതി ഓക്കെ പിന്നെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത് രണ്ട് ഇന്ത്യൻസും അതുപോലെ തന്നെ പാകിസ്ഥാനികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ UAE ടാങ്ക് ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് കൊല്ലപ്പെട്ടിരുന്നു അത് നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇന്റർനാഷണൽ ന്യൂസിൽ നമുക്കൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇവിടെ ഒന്നാമതായിട്ട് യമൻ ഹൗത്തീസ് എന്ത് ചെയ്യുന്നുണ്ട് ഇത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് യമൻ ഹൗത്തീസ് ആണ് അപ്പൊ ജസ്റ്റ് ഈ ഒരു ഇന്റർണൽ കാര്യമാണ് യമനിലുള്ള ഹൗത്തീസ് അവിടുത്തെ ഒരു നമുക്ക് സ്റ്റേറ്റ് എന്താണ് സ്റ്റേറ്റ് സ്പോൺസർ ടെററിസം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അവിടെ യമനത്തെ ഇഷ്യൂ എന്താണെന്നുള്ളത് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക അതിന്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് റെഡ് സീ ബന്ധപ്പെട്ടാണ് യമൻ വരുന്നതൊക്കെ അപ്പൊ ആ ഒരു റീജിയൻ നമുക്കൊരു മാപ്പ് സ്റ്റഡി നോക്കാണ്ട് ഓക്കെ ജസ്റ്റ് നമുക്ക് ഒരു മാപ്പ് സ്റ്റഡി നോക്കിയതിനു ശേഷം നമുക്ക് NIA തിരിച്ചു വരാം അപ്പൊ അതില് റെഡ് സീ ഈ ഒരു യമൻ ഹൗത്തീസ് ആണ് ഇവിടെ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റീജിയനിൽ നമുക്ക് ഒന്ന് മാപ്പിന്റെ ആംഗിളിൽ ഈ ഒരു ന്യൂസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് കാരണം മാപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് നമുക്കറിയാം ഇത് ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അറേബ്യൻ സീന്ന് നമ്മുടെ ഈ ഒരു ഗൾഫ് ഓഫ് ഏദനിലോട്ടാണ് വരുന്നത് ഗൾഫ് ഓഫ് ഏദൻ നമ്മൾ റെഡ് സീ മാത്രമാണ് പറയുന്നത് ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് ഗൾഫ് വരുന്നത് ഗൾഫ് ഓഫ് ഏദനും ഗൾഫ് ഓഫ് ഒമാനുമാണ് ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറഞ്ഞാൽ ഒമാന്റെ മുകൾ ഭാഗത്ത് ഒമാന്റെ ഇറാന്റെ ഒക്കെ ബോർഡർ ചെയ്തുകൊണ്ട് വരുന്നതാണ് പാകിസ്ഥാനൊക്കെ ബോർഡർ ചെയ്ത് വരുന്നത് ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു താഴത്ത് വരുന്നത് ഓക്കെ അതിൽ ഗൾഫ് ഓഫ് ഏദനെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ഫസ്റ്റ് നോക്കി വെക്കണം സോമാലിയ യമൻ ജിബൂട്ടി എന്നുള്ള 3 രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഗൾഫ് ഓഫ് ഏദൻ ബോർഡർ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലാക്കി വെക്കുക ഈ ഒരു ഐലാൻഡ് ഒക്കെ നമ്മളുടെ ആരത യമന്റേതാണെന്ന് അറിഞ്ഞിരിക്കട്ടോ ഓക്കെ സൊക്കോട്ര എന്നൊക്കെ പറയപ്പെടുന്നത് അപ്പൊ ഇതിന്ന് നമ്മളുടെ റെഡ് സീ ഇതാണ് റെഡ് സീയിലോട്ടുള്ള ഈ ഒരു ചെറിയ കണക്ഷൻ പറയുന്നതാണ് ബാബൽ മന്ദിർ ഓക്കെ ഈ ഒരു സ്ട്രൈറ്റ് രണ്ട് വലിയ വാട്ടർ ബോഡീസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ചെറിയ വാട്ടർ ബോഡിനെ പറയുന്ന പേരാണ് സ്ട്രൈറ്റ് എന്ന് പറയപ്പെടും ഇവിടെ ഈ സ്ട്രൈറ്റ് ആണ് ബാബൽ മന്ദിർ ഓക്കെ അതേസമയത്ത് ഗൾഫ് ഓഫ് ഏദനിൽ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ് ഗൾഫ് ഓഫ് ഒമാനിലെ ഒരു സ്റ്റേറ്റ് ഓഫ് ഹോർമൂസ് നിങ്ങൾ കേട്ടതായിരിക്കും പലപ്പോഴും ന്യൂസിൽ ഉണ്ടായതാണ് ജസ്റ്റ് സന്ദർഭമായിട്ട് പറഞ്ഞതേ അപ്പൊ ഈ ഒരു ബാബൽ മന്ദേബ് സെപ്പറേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ നോക്കി വെക്കണം യമനെയും ജിബൂട്ടിനെയാണ് എന്ത് ചെയ്യുന്നത് ബാബൽ മന്ദേബ് സെപ്പറേറ്റ് ചെയ്യുന്നത് അത് കൂടാതെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ റെഡ് സീയിൽ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ റെഡ് സീയിൽ ഒന്ന് ആഫ്രിക്കയാണിത് ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആണ് ഇത് ഏഷ്യയാണ് അപ്പൊ ഏഷ്യയിൽ നിന്ന് ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണ് ആഫ്രിക്കയിൽ നിന്ന് ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണ് റെഡ് സീയിൽ അറിഞ്ഞിരിക്കണം ഒന്ന് യമൻ അതുപോലെ തന്നെ സൗദി അറേബ്യ ഇതാണ് മെയിൻ ആയിട്ട് അത് കൂടാതെ നമുക്ക് ജോർദാൻ ഈ ഗൾഫ് ഓഫ് അക്കാബ എന്നുള്ള ഒരു ഗൾഫ് വരുന്നുണ്ട് റെഡ് സീന്റെ ഭാഗമായിട്ട് ഇതിനുള്ളിലോട്ട് വരുന്ന ഈ ഗൾഫ് ഓഫ് അക്കാബയാണ് ഗൾഫ് ഓഫ് അക്കാബയിൽ ബോർഡർ ചെയ്യുന്നത് ജോർദാനും ഇസ്രായേലും ബോർഡർ ചെയ്യുന്നുണ്ട് ഓക്കെ ഏഷ്യയിൽ നിന്ന് അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ആര് ബോർഡർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈജിപ്ത് ബോർഡർ ചെയ്യുന്നുണ്ട് ഈജിപ്തിന്റെ ഈ ഒരു ഭാഗത്തിനെ മാത്രം പറയുന്ന പേരാണ് സിനായി പെനിൻസുല മുമ്പ് ഇസ്രായേൽ വാർ ഉണ്ടായ സമയത്ത് അവർ പിടിച്ചടക്കിയതും സിനായി പെനിൻസുല ആയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സൂയിസ് കനാലോട്ട് ഇങ്ങോട്ട് പോകുന്നതിനെ ഗൾഫ് ഓഫ് സൂയിസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ റെഡ് സീയിൽ ബോർഡർ ചെയ്യുന്ന ഏഷ്യൻ കൺട്രീസ് യമൻ സൗദി അറേബ്യ പിന്നെ ഗൾഫ് ഓഫ് അക്വാബയിലേക്ക് ബോർഡർ ചെയ്യുന്നത് ജോർദാനും ഇസ്രായേലും അറിഞ്ഞിരിക്കാം
അതേസമയത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗൾഫ് ഓഫ് റെഡ് സീ ബോർഡർ ചെയ്യുന്നത് ഈജിപ്ത്, സുഡാൻ, റിട്രിയ, അതുപോലെ തന്നെ ജിബോട്ടി, ഇത്തരം രാജ്യങ്ങളാണ് റെഡ് സീയിലോട്ട് ബോർഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടുന്ന് 2 രാജ്യങ്ങളും ആഫ്രിക്കയിൽ നിന്നാണെങ്കിൽ ഈജിപ്ത്, സുഡാൻ, റിട്രിയ, ജിബോട്ടി, ഇങ്ങനെ 4 രാജ്യങ്ങളാണ് ബോർഡർ ചെയ്യുന്നത്. ജസ്റ്റ് ഓർഡർ പ്രകാരം തന്നെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇതാണ് ഇവിടെ ഈ ഒരു ഇതിന്റെ പിന്നെ നമ്മൾ മെഡിറ്ററേനിയൻ സീയിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ കനാൽ, സൂയിസ് കനാൽ ഉണ്ടാക്കി നമ്മൾ അങ്ങോട്ട് കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു കനാലാണ്. അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ട ന്യൂസ്. ഓക്കെ, പിന്നെ നിങ്ങൾ ന്യൂസിലോട്ട് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇപ്പൊ ഓൾറെഡി ഇവിടെ ബ്ലാസ്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. ബ്ലാസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, NIA അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. NIA എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇന്ത്യയുടെയാണ്. അപ്പൊ നമുക്ക് NIA എന്തുകൊണ്ട് എടുക്കാനുള്ള കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സ്പ്ലോഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഗാദറിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വരാൻ കാരണം എന്ന് പറയുന്നത് 2019 അമെന്റ്മെന്റ് ഉണ്ടായ സമയത്ത് NIA ആക്ടിൽ 2019 അമെന്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അത് പ്രകാരം അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എംപവേർഡ് ഇൻവെസ്റ്റിഗേറ്റ് ദ ടെറർ കേസ് ഇൻവോൾവിംഗ് ദ ഇന്ത്യൻസ് ആൻഡ് ഇന്ത്യൻ ഇൻട്രസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്നത് അത് അബ്രോഡ് ആണെങ്കിലും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിപ്പോ ഇത് ഇന്ത്യൻസിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻട്രസ്റ്റിനെ ബാധിക്കുന്ന ഒരു സംഗതി കൂടി ആയതുകൊണ്ട് തന്നെ ഈ NIA എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഈ ഒരു ബ്ലാസ്റ്റിൽ NIA കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അതുകൂടാതെ അവർ സൈബർ ക്രൈം, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, NIA ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. NIAക്ക് അബ്രോഡിലേക്കുള്ള ഇഷ്യൂസും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ NIA ബന്ധപ്പെട്ട ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. NIAന്റെ പ്രധാനപ്പെട്ട അമെന്റ്മെന്റിൽ വന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ NIA ബന്ധപ്പെട്ട കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഓക്കെ, അതാണ് അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ന്യൂസ്. മറ്റേ ന്യൂസിന് പ്രൈം മിനിസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ COVID-19 നമ്മളുടെ വേൾഡിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീല് സപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇന്ത്യ എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ അഡ്രസ്, ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഈ ഒരു അതിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് 3rd ലാർജസ്റ്റ് ഫാർമ പ്രൊഡ്യൂസർ ആണ് വേൾഡിൽ തന്നെ. ഓക്കെ, ഇന്ത്യ തന്നെ അത്രത്തോളം നമ്മുടെ ഈ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നുള്ള വിഷൻ ആണ് ഇന്ത്യന്റെ വിഷനായിട്ട് പറയുന്നത്. ഇത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെ നിങ്ങൾ ആൻസേഴ്സിലൊക്കെ പ്രൈം മിനിസ്റ്ററിന്റെ വേർഡ്സ് എടുത്ത് നിങ്ങൾ എഴുതുമ്പോൾ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫാർമ പ്രൊഡ്യൂസർ ഓഫ് ദി എന്താണ് ഫാർമ ആണെന്നുള്ള രീതിയിൽ എന്താണ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആ രീതിയിൽ പ്രൈം മിനിസ്റ്റർ വേർഡ് ജസ്റ്റ് ഒന്ന് ആ സ്പീച്ച് നിങ്ങളൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഫസ്റ്റ് പേജിൽ നിങ്ങൾ പ്രധാനമായിട്ടും വായിച്ചിരിക്കേണ്ട ന്യൂസുകളായിട്ട്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി വായിച്ചു വെച്ചാൽ മതി. ഇപ്പൊ 3rd വേവ്സ് വരുന്ന സമയത്ത് ചിൽഡ്രനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. അതാണ് ആ ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ നിർബന്ധമായിട്ട് ഇന്ന് വായിക്കേണ്ടത്. പിന്നെ സെക്കൻഡ് പേജ് ഇതൊക്കെ ഡൽഹി എഡിഷൻ ആണ്. അതിന്റെ അവിടുത്തെ റീജിയണൽ ന്യൂസ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ റീജിയണൽ ന്യൂസ് വായിച്ചു വെക്കുക. അപ്പൊ KS നോക്കുന്ന ആളുകളാണെങ്കിൽ റീജിയണൽ ന്യൂസും അതിന്റെ കൂടെ വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, കേരള റീജിയണൽ ന്യൂസ്. പിന്നെ നമ്മുടെ എഡിറ്റോറിയൽ കോളത്തിലേക്ക് വരാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക. ചാൻസ് ആൻഡ് ചേഞ്ച് എന്നുള്ള ജസ്റ്റ് ഒന്ന് വായിക്കാം. അതുപോലെ തന്നെ പഞ്ചാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ ഈ എഡിറ്റോറിയൽ നന്നായിട്ടൊന്ന് വായിക്കുക. അപ്പൊ ചൈനന്റെ ഒരു ഇഷ്യൂ ആണ്. ചൈനന്റെ ലിത്വാനിയയിൽ എന്താണ് ചൈനയും ലിത്വാനിയും തമ്മിലുള്ള ചില ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ലിത്വാനിയ എന്ന് പറയുന്നത് അപ്പം അത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഇഷ്യൂ വരുമ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൂടുതലായിട്ട് ഇവരുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ലിത്വാനിയ എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും മെമ്പറാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നാറ്റോയിലും യൂറോപ്യൻ യൂണിയൻ മെമ്പർ ആയിട്ടുള്ള രാജ്യത്തിന് ഇഷ്യൂ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ലിത്വാനിയ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു തായ്വാനീസ് റെപ്രസെന്റേറ്റീവ് ഓഫീസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ലിത്വാനിയയുടെ മാപ്പ് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണിച്ചു തരാം. ഇതാണ് ലാറ്റ്വിയ, ലിത്വാനിയ എന്ന് പറയുന്ന ബാൾട്ടിക് കൺട്രീസ് അറിയപ്പെടുന്ന 3 കൺട്രീസ് ആണ്. എസ്റ്റോണിയ, ലാറ്റ്വിയ, ലിത്വാനിയ. ആ ലിത്വാനിയയിലാണ് ഇഷ്യൂ നടക്കുന്നത്. അപ്പൊ ഇഷ്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ലിത്വാനിയ അനൗൺസ് സെറ്റിംഗ് അപ്പ് ഓഫ് ദി തായ്വാനീസ് റെപ്രസെന്റേറ്റീവ് ഓഫീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് എന്താണ്, പൊതുവെ എല്ലാ യൂറോപ്യൻ കൺട്രീസിലും പല യൂറോപ്യൻ കൺട്രീസിലും മറ്റുള്ള വേൾഡിലൊക്കെ അത് കാണാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നെയിമിങ്ങിന്റെ കാര്യത്തിലാണ്. കാരണം പൊതുവെ ഈ ഓഫീസ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നെയിമിംഗ് ആയിട്ടുള്ള തായ്വാനീസ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യാറില്ല, വിളിക്കാറില്ല. ഓക്കെ, കാരണം തായ്വാൻ എന്ന് പറയുന്നത് അത് പല പേരിൽ അറിയപ്പെടുന്നു. ഉദാഹരണമായിട്ട് ന്യൂഡൽഹി അല്ലെങ്കിൽ തായ്പേ എക്കണോമിക് ആൻഡ് കൾച്ചറൽ സെന്റേഴ്സ്. ഓക്കെ, നമ്മളെ ന്യൂഡൽഹിയിലൊക്കെ അറിയപ്പെടുന്നത് അത് തായ്പേ എക്കണോമിക് ആൻഡ് കൾച്ചർ സെന്റേഴ്സ് എന്നുള്ള രീതിയിൽ, അത്തരത്തിലുള്ള രീതിയിലാണ് അതിന്റെ പേര് അറിയപ്പെടുന്നത് മറ്റുള്ള രാജ്യങ്ങളൊക്കെ. ഉദാഹരണമായിട്ട് കാരണം അത് വൺ ചൈന പോളിസിയുടെ ഭാഗമായിട്ടാണ്. ഓക്കെ, കാരണം ഇൻക്ലൂഡിങ് ഇന്ത്യ, അങ്ങനെയാണ്, ആ രീതിയിലാണ് അത് പറയുന്നത്.
അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ഇന്ത്യക്ക് എന്തിന്നില്ല, ഡു നോട്ട് ഹാവ് ദ ഫോർമൽ ഡിപ്ലോമാറ്റിക് റിലേഷൻ ആരായിട്ടില്ല, തായ്വാനായിട്ടില്ല. ഓക്കെ, അപ്പൊ തായ്വാൻ എന്ന് പറയുന്നത് തായ്വാൻ വൺ ചൈന പോളിസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് തായ്വാൻ എന്നുള്ളതാണ് ചൈന ആവശ്യപ്പെടുന്നത്, ചൈന പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലിത്വാനിയ അല്ലാത്ത മറ്റു രാജ്യങ്ങളൊന്നും പൊതുവെ എന്ത് ചെയ്യാറില്ല, തായ്വാനീസ് എന്നുള്ള പേരിൽ അവർ ഓഫീസ് ഉണ്ടാക്കാറില്ല. പക്ഷെ ഇപ്പം ലിത്വാനിയ അങ്ങനെ ഒരു ഓഫീസ് ഉണ്ടാക്കിയതിന്റെ പേരിൽ ചൈന ആയിട്ട് എന്ത് ചെയ്യാണ് ഇഷ്യൂ നടക്കുകയാണ്. ചൈന അവിടുത്തെ അംബാസഡർ റീകോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് ബ്ലോക്കേഡ് നടത്താൻ വേണ്ട പ്ലാനുകളൊക്കെ പല രീതിയിൽ യൂറോപ്യൻ കൺട്രീസിനെ മുകളിൽ പ്രഷർ ചെയ്യുന്നുണ്ട്, ഇവരായിട്ടുള്ള റിലേഷൻസിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയൊക്കെ. അത്തരത്തില് ലിത്വാനിയ ആയിട്ടുള്ള ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കണം ഒന്ന് രണ്ട് കാര്യങ്ങൾ. ലിത്വാനിയന്റെ മാപ്പ് നോക്കി വെക്കണം, ബാൾട്ടിക് കൺട്രീസ് ഞാനത് പറയാം. പിന്നെ വൺ ചൈന പോളിസി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ തായ്വാനുമായി ബന്ധപ്പെട്ട ആ മാപ്പും നിങ്ങളൊന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക, തായ്വാനും ചൈനയും വരുന്നത്. അപ്പൊ ഇവിടെ ലിത്വാനിയ എന്നുള്ള ഈ മാപ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ബാൾട്ടിക് സീനെ ബോർഡർ ചെയ്യുന്ന കൺട്രിയാണ്. ധാരാളം കൺട്രീസിന് അതിൽ ബാൾട്ടിക് കൺട്രീസ് എന്നറിയപ്പെടുന്നത് 3 കൺട്രീസ്, എസ്റ്റോണിയ, ലാറ്റ്വിയ, ലിത്വാനിയ. ഈ ഓർഡറിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. അതിന്റെ ക്യാപിറ്റലൊക്കെ നോക്കി വെക്കുക. എസ്റ്റോണിയന്റെ ക്യാപിറ്റൽ ടല്ലിൻ എന്നൊക്കെ ഉള്ള അല്ലെ, റിഗ എന്നുള്ള ലാറ്റ്വിയന്റെ, ലിത്വാനിയന്റെ ക്യാപിറ്റലും ഉണ്ട്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ലിത്വാനിയനെ ബോർഡർ ചെയ്യുന്ന കൺട്രീസ് നോക്കി വെക്കുക. ഇന്ന് ലാറ്റ്വിയ ബോർഡർ ചെയ്യുന്നുണ്ട്, ബെലാറസ് ബോർഡർ ചെയ്യുന്നുണ്ട്, പോളണ്ട് ബോർഡർ ചെയ്യുന്നുണ്ട്. ഇത് റഷ്യന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. റഷ്യന്റെ ഒരു ബോർഡറിംഗ് ഇവിടെ വരുന്നുണ്ട്. മുമ്പ് USSRന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നിരുന്ന കൺട്രീസ് ആയിരുന്നു, അറിഞ്ഞിരിക്കുക. ഈ സമയത്ത് നിങ്ങൾ ബാൾട്ടിക് സീയിലോട്ട് ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളെയും കൂടി ഒന്ന് നോക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതാണ് ഈ ഒരു ഏരിയയിൽ അറിഞ്ഞിരിക്കുന്നത്. ബാൾട്ടിക് കൺട്രീസിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു മാപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നമ്മളുടെ പ്ലേലിസ്റ്റിൽ മാപ്പ് എന്നുള്ള വീഡിയോ, മാപ്പ് UPSC മാപ്പ് എന്നുള്ള ആ ഒരു ഇതിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാൾട്ടിക് കൺട്രീസ് ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളാണ് കോഡ് സഹിതം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ നോക്കാൻ പറ്റും. ഇവിടുത്തെ ഈ ന്യൂസ് ബന്ധപ്പെട്ട് മാത്രം ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് പോകുന്നില്ല. ഓക്കെ, അതാണ് ആ ന്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ബാക്കിയുള്ള ന്യൂസ് നിങ്ങൾ ജസ്റ്റ് വായിക്കുക, എഡിറ്റോറിയൽ മറ്റേ എഡിറ്റോറിയൽ ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇതിനു മുമ്പുള്ള എഡിറ്റോറിയൽ. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ജസ്റ്റ് വായിച്ചാൽ മതി, നിങ്ങൾ സമയം പോലെ ഒന്ന് വായിക്കാം. മറ്റു നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കാൻ പറ്റിയ ന്യൂസ് NGO ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. NGO കോൺഗ്രസ് എന്തിന്റെ FCRനോട് ബന്ധപ്പെട്ടാണ്. ഈ സമയത്ത് നിങ്ങൾ ഈ പൊളിറ്റിക്കൽ ആംഗിളിലുള്ള ന്യൂസ് വായിക്കണം എന്നില്ല, പക്ഷെ നിങ്ങൾ ഇതിൽ വായിക്കേണ്ടത് NGO കൺട്രോൾ ചെയ്യുന്ന കുറച്ച് പ്രധാനമായിട്ട് നമ്മൾ NGOസും അതുപോലെ തന്നെ നമ്മൾ വിദേശ ഫണ്ടിങ് വരുന്ന സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ചില ആക്ടുകൾ ഉണ്ട്. അത് ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രധാനമായിട്ട് ഒന്ന് എന്താണ് PML ആക്ട് അഥവാ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, അതുപോലെ തന്നെ ഇൻകം ടാക്സ്, പിന്നെ അതുപോലെ തന്നെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA. ഈ രണ്ട് സാധനം നോക്കാം. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ്, നമ്മൾ മണി ലോണ്ടറിങ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഇന്റർണൽ സെക്യൂരിറ്റി മണി ലോണ്ടറിങ് എന്ന ടോപ്പിക്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആക്ടാണ് PML, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടും അതുപോലെ തന്നെ FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ടും. ഈ രണ്ട് ആക്ടും അതിന്റെ കൂടെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇതിൽ ഈ ന്യൂസ് നിങ്ങൾ നോക്കേണ്ടതും മനസ്സിലാക്കണം. ബാക്കിയുള്ള നിങ്ങളുടെ പൊളിറ്റിക്കൽ ആംഗിളുള്ള ഒരു സംഗതിയാണ്, ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഓക്കെ, അതാണ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് പൊളിറ്റിക്കൽ ആംഗിളിലെ ന്യൂസുകളാണ്, ധാരാളം ന്യൂസുകൾ. അത് ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾക്കൊന്ന് വായിച്ച് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. മറ്റൊരു കഥക്കുമായി ബന്ധപ്പെട്ട ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കഥക്കിന്റെ നിങ്ങളൊരു ആർട്ട് ആൻഡ് കൾച്ചറിൽ നമ്മളുടെ എന്താണ് ക്ലാസിക്കൽ ഡാൻസ് എന്നുള്ള രീതിയിൽ കഥക്ക് നിങ്ങളൊന്ന് നോക്കുക. ഈ ഒരു ന്യൂസിൽ വന്നതുകൊണ്ട് തന്നെ ആ ഒരു ഡാൻസിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഈ ഉത്തർപ്രദേശ് റീജിയനിലൊക്കെയാണ് ഉണ്ടാവുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഈ ന്യൂസും ഒന്ന് ജസ്റ്റ് വായിക്കാം. പിന്നെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത് സുനാമിയെ ബന്ധപ്പെട്ടാണ്. കുറച്ച് ദിവസം മുന്നേ വന്ന ന്യൂസ് ആണ്. നമ്മൾ ആ ദിവസം ഞാനോട് ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. സുനാമിന്റെ ഇമ്പാക്ട്. ഓക്കെ, അപ്പൊ ഇത് ജോഗ്രഫിയിൽ നമുക്ക് സുനാമി, ജോഗ്രഫിയിൽ ഫിനോമിന ലൈക്ക് സുനാമി എന്ന് പ്രത്യേകമായിട്ട് തന്നെ ന്യൂസിൽ നമുക്ക് സിലബസിൽ ഉള്ളതാണ്. അപ്പൊ സുനാമി എന്താന്നുള്ളത് എങ്ങനെ ഉണ്ടാവുന്നത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് ടോങ്കോയിലാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. ടോങ്കോന്റെ മാപ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പം ഈ ഒരു ഇവിടെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് വോൾക്കാനോ ഇറപ്ഷൻ ഉണ്ടായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സുനാമി ഉണ്ടാവാണ്ടായ കാരണം. പസഫിക്കുള്ള ഒരു ഐലാൻഡാണ് ടോങ്കോ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ കാര്യങ്ങൾ ഒന്ന് സുനാമി എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ടോങ്കോന്റെ മാപ്പ് നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് ഇവിടെ കാണാം. ഓക്കെ, ടോങ്കോ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഓസ്ട്രേലിയന്റെയും ന്യൂസിലാൻഡിന്റെ ഒക്കെ ഈ ഒരു ആ ഭാഗത്തായിട്ട് വരുന്ന ഈ ഒരു പസഫിക് ഓഷ്യനിൽ വരുന്ന ഒരു ഐലാൻഡ് നാഷനാണ് ടോങ്ക എന്നുള്ളത്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു ലൊക്കേഷൻ ഓൾമോസ്റ്റ് ഇവിടെ മനസ്സിലാക്കി വെച്ചാൽ അതിന്റെ അടുത്ത് വരുന്ന രാജ്യങ്ങൾ ന്യൂസിലാൻഡ് നോക്കി വെക്കുക, ഓസ്ട്രേലിയ, കോറൽ സീ ഇവിടെ വരുന്നുണ്ട്, സോളമൻ സീ വരുന്നുണ്ട്, പപ്പ ന്യൂഗിനിയ ഇവിടെ വരുന്ന രാജ്യം ഇവിടെയാണ് വരുന്നത്. ഇതിന്റെ വെച്ച് മുകളിലോട്ട് പോകുമ്പോൾ ഇന്തോനേഷ്യ ഒക്കെ കാണാൻ പറ്റും.
പിന്നെ ടാസ്മാൻ സീ ഒക്കെ ഈ ഒരു ഓസ്ട്രേലിയനെയും ന്യൂസിലാൻഡിനും ഇടയിൽ വരുന്ന സീ ആണ്. ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് ഇതിൽ ഈ ന്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ ജസ്റ്റ് സുനാമിന്റെ ഫോർമേഷൻ നിങ്ങൾ ജോഗ്രഫിയിൽ എന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മനസ്സിലാക്കുക. ഓക്കെ, സുനാമി ഉണ്ടായതുകൊണ്ട് തന്നെ അതാണ് നിങ്ങൾ നോക്കേണ്ട മറ്റൊരു ന്യൂസ്. ഓക്കെ, പിന്നെ ചൈനയുടെ എക്കോണമി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 8.1% ഗ്രോ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 18 ട്രില്യണിലോട്ട് അവർ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യന്റെ ഒക്കെ നോക്കുമ്പോൾ വളരെ കുറവാണ്. നമ്മൾ 5 ട്രില്യൺ എക്കോണമി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ. അപ്പൊ ഏകദേശം ചൈന ആ സമയത്ത് 18 ട്രില്യൺ ആയി മാറിയിട്ടുണ്ട്. അപ്പം ഫാസ്റ്റസ്റ്റ് എക്സ്പാൻഷൻ സിൻസ് 2011 മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ രീതിയിലും എക്സ്പോർട്ടിലാവട്ടെ കൺസംഷനിലാവട്ടെ അത്തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ബർത്ത് റേറ്റിലുള്ളത് അവർക്കൊരു ഇഷ്യൂ ആണ്. ബർത്ത് റേറ്റ് ഭയങ്കരമായിട്ട് കുറവുണ്ടായി എന്നുള്ള ഇഷ്യൂ ആണ്. ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് വായിച്ചാൽ മതി ഈ ഒരു ന്യൂസ്. ഓക്കെ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിലേക്ക് പോകണമെന്നില്ല. അതാണ് മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയും ന്യൂസാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ന്യൂസിൽ നോക്കാനുള്ളത്. അപ്പം ഇതേ രീതിയിലാണ് നമ്മുടെ ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത്. ഈ ന്യൂസിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങൾ UPSC ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാൻ അത് ഡിസ്കസ് ചെയ്യും. അതല്ലാത്ത നിങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾ കണ്ടെത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് വായിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് സുനാമി നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കണം, പ്രത്യേകം സ്ട്രെസ് കൊടുത്ത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞതുപോലെ ഇതേ രീതിയിലാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത് ഇനിയുള്ള ന്യൂസ് അനാലിസിസ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക. ഇതേ രീതിയിൽ തന്നെയാണോ, ഇനി എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ന്യൂസ് ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഹിന്ദു ന്യൂസ് പേപ്പർ. അതുപോലെ തന്നെ നമ്മുടെ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് UPSC പഠനം അല്ലെങ്കിൽ KS പഠനം നടത്തുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും ജോയിൻ ചെയ്യാനായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ബൈ.